അത്യുന്നതനും കാരുണ്യവാനുമായ പ്രിയക ദൈവത്തിന് സ്തുതി. അഗാപ്പെ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഇടവകയിൽ നടന്ന വലിയൊരു കൺവെൻഷനിൽ ഉണ്ടായ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നു, ഞാൻ കർത്താവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട വികാരിയുടെ നിർദ്ദേശപ്രകാരം ഏക മനസ്സോടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, അതിൻ്റെ വേണ്ട പ്രചാരണങ്ങൾ നടത്തി അത് നടത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയും അങ്ങനെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രവർത്തിച്ച് ഈ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ പന്തലിടാനുള്ള ദിവസങ്ങൾ അടുത്തപ്പോൾ അന്ന് ഞായറാഴ്ച പ്രാർത്ഥനയുടെ സമയത്ത് അന്ന് പ്രാർത്ഥന നയിച്ച ബഹുമാനപ്പെട്ട കുര്യൻ ചേട്ടൻ പറഞ്ഞു, നമുക്ക് ആ പന്തലിടുന്നതിന് മുമ്പ് ആ മൈതാനത്തിലൂടെ നടന്ന് നമുക്കൊരു തീവ്രമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. വെയിലോ മഴയോ എന്തു വന്നാലും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഞങ്ങളുടെ ലീഡർമാരായ റോബിച്ചനും ജെയിംസും പോൾസിനും ഒക്കെ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ആ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് ഞങ്ങളുടെ ഡിവൈനിൽ ബഹുമാനപ്പെട്ട സിറിൽ ജോണിന്റെ ക്ലാസ്സുകളിൽ കൂടുകയും ഒരു നിയോഗം വെച്ച് അത് വിജയിക്കുന്നവരെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലും ഡൽഹിയിലും ഒക്കെ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓർമ്മിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യത്തോടു കൂടി അനേകം പേർ വചനം കേൾക്കണം, അങ്ങനെ അനേകം പേർ വരണം എന്ന് കരുതി രാത്രി കാലങ്ങളിൽ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബാനർ കെട്ടാൻ വേണ്ടി ഇടുക്കി അങ്ങേ പ്രദേശങ്ങളിലും കേരളത്തിലെ അനേകം അകലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഞങ്ങളത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അനേകം ജനങ്ങൾ വരുന്നത് കൊണ്ട് അങ്ങനെ പ്രതീക്ഷയോടുകൂടി 2 മൈതാനത്തും വലിയ പന്തലിടാനുള്ള പദ്ധതിയാണ് നടക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒന്നിച്ചു കൂടുകയാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഏതാനും പേരും പിന്നെ ഇടവകയിൽ നിന്ന് വോളണ്ടിയർ ആഗ്രഹിക്കുന്നവരുമായിട്ടൊരു 300 പേരം ആളുകൾ പേര് തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പേരെല്ലാം ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ അതിന് വികാരിച്ചെന്ന് ആശീർവദിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടെ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു തോന്നൽ വരികയാണ്, ബൈബിളിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് കാണുന്നുണ്ട്. യെരിഹോയിൽ ദുഷ്ടതയുടെ മതിൽ ഇടിച്ചു പൊളിക്കുന്ന ഒരു പ്രാർത്ഥന. ആ യെരിഹോ പ്രാർത്ഥന എവിടെയാണെന്ന് ഓർമ്മിക്കുന്നുമില്ല. പെട്ടെന്നൊരു ബൈബിള് കൊണ്ടുവരികയും അതിന് ഞങ്ങളെ മറിച്ചപ്പോഴേ കാണുന്നത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായമാണ്. യെരിഹോയുടെ പതനം. പെട്ടെന്ന് നമുക്ക് വളരെ അതിശയായി. ആ സമയത്ത് തന്നെ 3 കൊച്ചന്മാരും അവിടെ നടന്നു വരുന്നു. അച്ഛൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ മധ്യസ്ഥ നടത്തുന്നത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ യെരിഹോയുടെ മതിലിന്റെ ഈ ചരിത്രം ചെറുതായിട്ട് വായിക്കണം, എന്നിട്ട് അച്ഛൻ ആശീർവദിച്ചാൽ മതി. ഞങ്ങളെ ഈ മൈതാനത്തൂടെ നടന്ന് രാജകുമാരെയും കർണക്കൊന്നയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ഛനും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. 7 പ്രാവശ്യം ആ മൈതാനത്തൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് നടന്നു. പ്രിയപ്പെട്ടവരെ, കൺവെൻഷൻ തുടങ്ങി. കൺവെൻഷൻ തുടങ്ങുന്നതിന് മുമ്പ് പന്തലിടാൻ തുടങ്ങി. പന്തലിട്ട് 3-ാമത്തെ ദിവസമായപ്പോഴേ വലിയ വേറെ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. വലിയ ഇരുമ്പ് തൂണുകളും
ഷീറ്റുകൾ വെക്കാൻ 10 മണി. കാരണം മൂന്നാമത്തെ ദിവസമായപ്പോൾ ഉച്ച കഴിഞ്ഞ മുതലേ ഭയങ്കരമായ മഴയും കാറ്റും വരാൻ തുടങ്ങി. അപ്പോൾ ആ സമയം ചെറിയ തുടക്കത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പോയി കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ ആ നിർമ്മാണ തൊഴിലാളികൾ എല്ലാവരും കൂടി ചെറിയ മഴ തുടങ്ങിയപ്പോഴേ അവരെ ചായക്കടയിലേക്ക് പോയി. എന്നാൽ ഒരു 3-4 ബംഗാളികൾ തൊഴിലാളികളുണ്ട്. അവരങ്ങനെ കാപ്പി കുടിക്കാനൊന്നും പോയില്ല. അവരവിടെ നിന്ന് ആ സമയത്തോട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു. ഇതിനിടയ്ക്ക് മഴയും കാറ്റൊക്കെ വലിയ ശക്തമായി. ആ വലിയ തൂണുകളിൽ തൂണുകൾ താഴെ പതിച്ചു, ഷീറ്റുകൾ വീണു. അങ്ങനെ വലിയൊരു അപകടമാണ്. അപ്പൊ ഇത് ഈ ശബ്ദം കേട്ട് കടകളുണ്ടായിരുന്ന ആളുകളൊക്കെ കുറച്ച് പേര് കുടയൊക്കെ ചൂടി വരുന്നു. ഭയങ്കര മഴയാണ്. അപ്പൊ ഈ കാപ്പി കുടിക്കാൻ പോയവരെ പെട്ടെന്ന് അവിടെ ഓടി വരികയാണ്. വന്ന് നോക്കുമ്പോൾ ഈ ഷീറ്റുകളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ ആ 4 ബംഗാളികളെ അവരിവിടെ കാപ്പി കുടിക്കാൻ 4 ബംഗാളികൾ ഇതിനടിയിലുണ്ടല്ലോ. അങ്ങനെ പെട്ടെന്ന് ആളുകളെല്ലാം മഴയൊന്നും വകവെക്കാതെ ഈ ഷീറ്റുകളൊക്കെ എടുക്കുകയാണ്. പള്ളിയിൽ കൊച്ചന്മാർ ഒന്നു അങ്ങനെ ഷീറ്റുകളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ മഴ നനഞ്ഞ് ഈ 4 ബംഗാളികളെ ചിരിച്ചോണ്ട് ഓടി വരുവാണ്. അവരിത് കണ്ടിട്ട് അവർക്ക് ചിരി വരുവാണ്. കാരണം അവരോട് ഈ കൊച്ചൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ഇന്ന് എന്താണ് സംഭവിച്ചത്? അവർ പറയുകയാണ്, ഞങ്ങൾ എല്ലാ ദിവസവും ഈ 3 ദിവസങ്ങൾ കാപ്പി കുടിക്കാൻ ഞങ്ങൾ ഒരിക്കലും പോകുന്നില്ല. ഇന്ന് ഞങ്ങളെവിടെ പെടുന്നാൽ ഞങ്ങൾ മുഴുവൻ പണി ചെയ്യും. ഇന്ന് ഞങ്ങൾക്ക് തോന്നി ഒരു സർബത്ത് കുടിക്കുന്നു തോന്നി. അത് ഞങ്ങൾ അടുത്ത കടയിലായിട്ട് പോയതാണ്. അത് കുടിച്ചിട്ട് മഴയായതുകൊണ്ട് അവിടെ നിന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഓടി സ്ഥലമാണ്. അങ്ങനെ വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് കണ്ടവരും നാട്ടുകാരെല്ലാം അതിശയിച്ചു പോയി. കർത്താവിന് നന്ദി പറയണം. പിന്നീടുണ്ടായത് കൺവെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു, മഴ തുടങ്ങി. അത് 2ാമത്തെ ദിവസമായി 3ാമത്തെ ദിവസവും ചില സമയത്താണ് മഴ പെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കഴുത്തുരുത്തിയിൽ ഒരു ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരിചയമുണ്ട്. ഞങ്ങൾ ഏതാനും പേരെ കഴുത്തുരുത്തിയിലെ മഠത്തിലെ ഒരു ദൈവകാരൻ്റെ ചാപ്പലിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുള്ളൂ. അങ്ങനെ പോയിരുന്നൊരു പരിചയമുണ്ട്. അപ്പോൾ അവർ ഈ കൺവെൻഷൻ വരുന്നതാണ്. പക്ഷേ 3ാമത്തെ ദിവസമായപ്പോൾ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷിക്കുന്ന രോഗികളെ കാണുകയും അങ്ങനെയൊക്കെ ചില പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുകയും അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരന്ന് കൺവെൻഷൻ കൂടാതെ അങ്ങോട്ട് പോയി. ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് അവർ തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലാണ് വരുന്നത്. ഭയങ്കര മഴയും കാറ്റും. അപ്പോൾ അവർ ബസ്സിൽ പറയുക, നമുക്ക് പ്രാർത്ഥിക്കാം, കൺവെൻഷനിൽ ആൾക്കാരെല്ലാം കാണുമോ, ഉണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി, ഇന്നാരും വന്ന് കാണുമോ, രാവിലെ മഴയാണല്ലോ എന്നൊക്കെ പറഞ്ഞ അവർ വരികയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് വൈകിട്ട് എന്നെ വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ അവിടെ നിന്ന് പോകണം, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഭയങ്കര മഴയാണ്, കുറച്ച് അപ്പം മഴ. പിന്നീട് ഞങ്ങൾ ഈ കൺവെൻഷൻ നടക്കുന്ന അതിരമ്പുഴയുടെ അടുത്ത് മാന്നാനം വരെ വന്നിട്ട് പിന്നെ മഴയില്ല. പിന്നെ കഴുത്തിലത്തേക്ക് വന്നു. ഏറ്റവും കഴിഞ്ഞും ഭയങ്കര മഴയാണ്. ഇത്രയും സ്ഥലത്തെ കോട്ട കെട്ടി സംരക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ അവര് നന്ദി പറഞ്ഞുകൊണ്ട് അത് വിളിക്കുകയാണ്. ക്രൈസ്തലോ ഇങ്ങനെ ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നമുക്ക് ആ പ്രാർത്ഥനയിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏത് വിഷയം ഉണ്ടായാലും കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, കർത്താവിന് സമർപ്പിക്കുവാൻ, നമ്മുടെ ഏത് കാര്യത്തിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തലോ.